മിനിസ്റ്റർ, ഇന്നിവിടെ സമ്മേളനം നടക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരു ഇടത് സർക്കാർ, അതാണോ ഈ സമ്മേളന ലക്ഷ്യം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം സർക്കാരുണ്ടാക്കൽ മാത്രമല്ല, അതിനേക്കാളൊക്കെ വിപുലമായ ഒരു മഹത്തായ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് ആനുപാതികമായ നിലയിൽ ഇന്ന് വർഗീയവാദപരമായ ചിത്രശക്തികൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് പാർട്ടി സമ്മേളനം മുന്നോട്ട് പോവുക. ഈ പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെ മുറിച്ചു കടക്കാൻ സാധാരണക്കാരായ മനുഷ്യരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ആലോചന അതുമായി കൂട്ടിവെച്ചാണ് ഭരണത്തിൻ്റെ കാര്യങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മൾ അന്വേഷിക്കുക. ഒരു നയരേഖ അവതരിപ്പിക്കുന്നുണ്ട്. എറണാകുളം സമ്മേളനത്തിൽ നയരേഖയാണ്, തുടർച്ചയായി വീണ്ടും ഒരു നയരേഖ വരികയാണ്. എത്രത്തോളം പ്രാധാന്യമുണ്ട് നയരേഖ? ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിൽ ഇരിക്കുമ്പോഴൊക്കെ തന്നെ വികസനവുമായി ബന്ധപ്പെട്ടും നാടിൻ്റെ ഈ സർവ്വതല സ്പർശിയായ മുന്നേറ്റവുമായി ബന്ധപ്പെട്ടുള്ള നയരേഖകൾ അവതരിപ്പിക്കാറുണ്ട്. ഈ പ്രായപരിധി വീണ്ടും ചർച്ചയ്ക്ക് 75 വയസ്സെന്നുള്ളത്, അതിനോട് എന്താണ് മിനിസ്റ്റർ ഒരു പ്രതികരണം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം വളരെയധികം അനുഭവങ്ങളുടെ കരുത്ത് ആവശ്യപ്പെടുന്ന പ്രവർത്തനമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രായപരിധി എന്നുള്ളത് ഒരു പരിമിതിയാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. യഥാർത്ഥത്തിൽ ഈ വർഷങ്ങളിലൂടെ ആർജിച്ച അനുഭവ സമ്പത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ വളരെയധികം സഹായകരമാണ്. അപ്പോൾ അതുകൊണ്ട് 75 വയസ്സ് എന്നുള്ളൊരു കേവല സമീപനം യഥാർത്ഥത്തിൽ അത് പ്രായാധിക്യം പരിമിതി ഉണ്ടാക്കുമെന്നൊക്കെയുള്ള കാഴ്ചപ്പാടോടുകൂടി കൊണ്ടുവന്ന ഒരു കാര്യമാണ്. ഇപ്പം നിലവിൽ അതുണ്ട്. പക്ഷേ എങ്കിൽ പോലും അങ്ങനെ ഒഴിവായാലും നമ്മുടെ സഖാക്കളാരും പ്രസ്ഥാനത്തിൽ നിന്ന് പോകുന്നില്ല. അവർ പാർട്ടിയോടൊപ്പം തങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെ എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് ദിശാബോധം പകർന്നു കൊടുത്തുകൊണ്ട് പാർട്ടിയോടൊപ്പം ഉണ്ടാവാറുണ്ട്.